ഓം നമോ നാരായണായ. ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടത്തെ മുനിമാർ ശ്രീരാമൻ വരുന്നുണ്ടെന്നു കേട്ടു കാണാനായി വന്നു. ശ്രീരാമ ലക്ഷ്മണന്മാരും സീതാദേവിയും മാമുനിമാരെ വീണു നമസ്കാരം ചെയ്തു. താപസന്മാർ ആശീർവദിച്ചു. ശ്രീരാമ ലക്ഷ്മണന്മാരുടെയും ജാനകീദേവിയുടെയും തത്വം അവർ മുന്നേ അറിഞ്ഞിട്ടുണ്ടെന്നും അവരുടെ കൂടെ കാനനം കാണാൻ കാരുണ്യമുണ്ടാകണമെന്നും താപസർ പറയുന്നു. അതനുസരിച്ച് ഓരോ മുനിമണ്ഡലവും ശ്രീരാമാദികൾ സന്ദർശിക്കുന്നു. ആശ്രമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവിടെ എല്ലുകളും മർത്യതലയോട്ടികളും കണ്ട് അതിനു കാരണം ആരായുന്നു. രാക്ഷസർ മുനി സത്തമന്മാരെ കൊന്നു ഭക്ഷിക്ക മൂലമാണ് എന്ന് മറുപടി പറയുന്നു. കാരുണ്യപരവശനായ ശ്രീരാമൻ ഈ രാക്ഷസകുലത്തെ നഷ്ടമാക്കുമെന്നും ഇഷ്ടമനുസരിച്ച് വസിക്കാനും അരുൾ ചെയ്തു. മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യസ്ഥലവാസികളായ മുനി മണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡാദീദി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകീദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോ ഭോഗാനന്ദ വിവശന്മാരായി അരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമ പള്ളിക്കൊള്ളുന്ന ഭവാൻ ദാതാവർത്തിക്കാമൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭൂവി മാർത്താണ്ഡകുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരതശത്രുഘ്നന്മാർ. ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാൻ എന്നു നൂനം നാനാതാപസ കുലസേവിതാശ്രമ സ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നിടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മനസ്സേ കാരുണ്യമുണ്ടായി വരും അല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനി ശ്രേഷ്ഠന്മാരോടു കൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥികൂട്ടവുമെല്ലാം അത്രൈവ മൂലം എന്തോ നിത്രയുണ്ടാവാൻ അഹോ. തദ്വാക്യം കേട്ടു ചൊന്ന താപസജനം
രാമ ഭദ്രാനീ കേൾക്ക, മുനി സത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്കാൻ നിമിത്തമായി ഇദ്ദേശമസ്തിവ്യാപ്തമായി ചമഞ്ഞിതു നാദ ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശ ചിത്തനായൊരു പുരുഷോത്തമൻ അരുൾ ചെയ്തു. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുല മട്ടഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വശിക്യ സന്തുഷ്ട്യ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംപൂജ്യമാനനായവനവാസികളാൽ. തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വിനന്ദിനിയോടും അനുജനോടും കൂടി സൽസംസർഗാനന്ദന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശ മക്കാലം കാണായി വന്നു.